അപ്പം ഞാനിന്ന് കുരുത്തിച്ചാലിലാട്ടോ നിൽക്കുന്നത്. എന്താ കാര്യം എന്ന് പറഞ്ഞുതരാം വാ. ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ എവിടെയാണെന്നറിയോ? ഞാനേ മഞ്ഞപ്പിത്തത്തിന് ഒരു മരുന്നിന് വേണ്ടിയിട്ട് വന്നതാട്ടോ. അപ്പോൾ നമുക്കൊന്ന് കണ്ടാലോ? അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വാ കാണിച്ചു തരാം. അപ്പം നമുക്ക് ആളെ പരിചയപ്പെട്ടാലോ? ഇതാണ് കേട്ടോ ആള്, ജോയി ചേട്ടനാണ്. അപ്പോൾ പുള്ളി നേരിട്ട് പറഞ്ഞു തരും കേട്ടോ. എൻ്റെ പേര് വിളിക്കുന്ന പേര് ജോയി എന്നാണ്, സെബാസ്റ്റ്യൻ എന്നാണ് എൻ്റെ ഒറിജിനൽ പേര്. ഞാൻ ഇവിടെ കാരാപ്പുറത്ത് ഗുരുത്തിച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, പുള്ളിക്ക് കയറിയിട്ടാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് പാരമ്പര്യ ചികിത്സയായിട്ട് പോകുന്നതാണ്. പിന്നെ അച്ഛനായിട്ട് അവർ കൊണ്ടുനടന്നതായിരുന്നു. 34 വർഷത്തിന് മുമ്പ് അച്ഛൻ മരിച്ചു, പിന്നെ അത് ഞാനിങ്ങനെ കൊണ്ടു നടക്കുകയാണ്. അതുപോലെ മഞ്ഞപ്പിത്തം, മൂത്രത്തിക്കല്ല്, മൂലക്കുരു എന്നിട്ട് മരുന്നുകൾ കുറേയുണ്ട്. പക്ഷേ നമുക്കിത് സ്ഥിരമായിട്ട് കൊണ്ടു നടക്കാനുള്ള സമയവും ഇല്ല, ഒന്നുമില്ല. പിന്നെ പരിചയത്തിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ വന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കുക എന്നുള്ളൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പബ്ലിസിറ്റിയോ ഓഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. വീട്ടിൽ ആരെങ്കിലും വരികയാണെങ്കിൽ അവർ വിളിച്ച് പറയും അവർക്ക് പിന്നെ ഇന്നതാണ് അസുഖം. നമുക്ക് ഇവിടുത്തെ ഒരു ഇങ്ങോട്ട് വരുന്ന ഒരു ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? ഇവിടേക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണാർക്കാട് ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ MES കോളേജിൻ്റെ അവിടെ നിന്ന് മൈലാമ്പാടത്തു നിന്ന് ഒരു 2.5 കിലോമീറ്റർ കുരുത്തിച്ചാൽ എന്ന് പറഞ്ഞ ഭാഗത്താണ് ഞാൻ താമസിക്കുന്നത്. അതുപോലെ പെരുന്തൽമണ്ണ അങ്ങനെ ആ ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ കല്യാണക്കാപ്പിൽ നിന്ന് നേരെ മൈലാമ്പാടത്തേക്ക് വരിക. എന്നിട്ട് ഈ പറഞ്ഞവർക്കാണ് കുരുത്തിച്ചാൽ ഭാഗത്തേക്കാണ് പോരാനായിട്ട് എളുപ്പം. മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് എങ്ങനെയാണ്? മരുന്നെന്ന് പറഞ്ഞാൽ ഇത് പച്ചമരുന്നാണ്. പച്ചമരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒന്നുകിൽ രാവിലെ വരണം. രാവിലെ എന്ന് പറഞ്ഞാൽ വെളുപ്പിനൊരു 6 മണി ഒക്കെ ആകുമ്പോഴത്തേക്ക് എങ്കിലും ഇത് മരുന്ന് കഴിക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവിടെ എത്തണം. അതല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം ഊണൊക്കെ കഴിഞ്ഞ് കിടക്കാനുള്ള സമയത്തേക്ക് ഈ മരുന്ന് കഴിച്ച് വെച്ചിട്ട് കിടന്നാൽ മതി. അതെങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്? എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തത്തിനുള്ള മരുന്നാണെങ്കിൽ പശുപ്പാൽ വേണം. പാക്കറ്റ് പാൽ അല്ല, പറ്റില്ല. ഈ ഒറിജിനൽ പാൽ കറന്നെടുത്ത് കാച്ചൊന്നും ചെയ്യരുത്, തിളപ്പിക്കാതെ പച്ചപ്പാലിൽ ഒരു 1/2 ഗ്ലാസ് പാലിനകത്ത് ഈ തരുന്ന മരുന്ന് പറഞ്ഞത് ഒത്തിരി മരുന്നൊന്നുമല്ല, ഒരു നേരത്തേക്കുള്ള മരുന്നുള്ളൂ പിന്നെ കൊടുക്കുന്നുള്ളൂ. ഒരു ചെറിയ നെല്ലിക്കയുടെ ഒക്കെ വലിപ്പത്തിലുള്ളൂ പിന്നെ ഇത്. എന്നിട്ട് പാലിൽ കലക്കി കുടിക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയിരിക്കുന്ന 1 ഗ്ലാസ് പാലേ ആവശ്യമുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കിയുള്ള പാലും കൂടി പിന്നെ കുടിക്കുക. പിന്നെ അത് കഴിഞ്ഞ് വായിലിച്ച് വെള്ളമൊക്കെ കഴിഞ്ഞ് പിന്നെ കുൽക്കുഴിഞ്ഞ് കളഞ്ഞ് സുഖമായിട്ട് അങ്ങനെ കിടന്നിറങ്ങി പിറ്റേ ദിവസം മുതൽ പഥ്യമുള്ള മരുന്നാണ്. ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ഞി, ചോറ്, കഞ്ഞിവെള്ളം, പാലും വെള്ളം, ജീരകവെള്ളം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എരിവ്, പുളി, ഉപ്പ്, മധുരം എന്നൊക്കെ പറഞ്ഞ് 2 ദിവസത്തേക്കൊക്കെ ഒഴിവാക്കി നിർത്തണം. ഓക്കെ, താങ്ക് യു. നമ്മൾ പറഞ്ഞു തന്നതിൽ നമുക്ക് വളരെ സന്തോഷം. നമുക്ക് എല്ലാവർക്കും അറിഞ്ഞു കിട്ടിയാലേ അപ്പോൾ നമുക്കൊരു ഉപകാരമായൂല്ലേ? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം, ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ എന്നെ പരിചയമുള്ളവർക്ക് തന്നെ ഉള്ളൂ. കാരണം എനിക്കെന്ന് പറഞ്ഞാൽ പബ്ലിസിറ്റിയോ കാര്യങ്ങളോ പിന്നെ ഇതൊന്നുമില്ല. വീട്ടിൽ നിൽക്കുന്നു. ഇങ്ങനെ പരിചയത്തിലുള്ള ആരെങ്കിലും ഇനിയിപ്പോൾ അല്ല അവരുടെ പരിചയക്കാർക്ക് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അസുഖം വല്ലതും വന്നു കഴിയുമ്പോൾ ഇങ്ങനെ തമ്മിൽ പറഞ്ഞ് ഉള്ള ഇതാണ്. 34 വർഷമായിപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ വിടുന്ന കേസുകളൊക്കെ ഇവിടെ അറ്റൻഡ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യ കാലത്തൊക്കെ ഉണ്ട്. അത് ഇപ്പോഴും ആ ചേട്ടൻ നമുക്ക് പിന്നെ ഇവിടെ ആര് വന്നാലും അവർ മടക്കി വിടില്ല. എന്തായാലും മെഡിക്കലിൽ നിന്ന് വിടുന്ന ആളുകൾ വരെ ഇവിടെ വന്ന് ചികിത്സിക്കുന്നുണ്ട്. അവർക്ക് മാറിയിട്ടുമുണ്ട്. അപ്പോൾ എല്ലാവർക്കും വിശ്വസിച്ചിട്ട് വരാൻ പറ്റുന്ന ഒരു മരുന്ന് കൊടുക്കുന്ന ഒരാളാട്ടോ ജോയി ചേട്ടൻ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, നമുക്ക് മരുന്ന് മേടിക്കാം കേട്ടോ. അപ്പം നമുക്ക് മരുന്ന് മേടിക്കാം കേട്ടോ. ഇത് ഒരു നേരത്തേക്കുള്ള മരുന്നേ ഉള്ളൂ. ഒരു നേരത്തേക്ക് മഞ്ഞപ്പിത്തത്തിന് ഈ ഒരു നേരത്തേക്കുള്ള മരുന്ന് മതി. ഒരു 2 ദിവസം പഥ്യം നോക്കുക, അത്രയും പിന്നെ ചെയ്താൽ മതി. അതേപോലെ കുളിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. എരിവ്, പുളി, ഉപ്പ്, മധുരമൊക്കെ അങ്ങനെ ഫ്രൂട്ട്സ് ഐറ്റങ്ങൾ സാധനങ്ങളൊക്കെ എന്നിട്ട് 2 ദിവസത്തേക്ക് ഒഴിവാക്കി നിർത്തുക. അപ്പോൾ അങ്ങനെ പിന്നെ റെസ്റ്റാണ് ഇതിന് മെയിനായിട്ട്. ഒരു 3-4 ദിവസത്തേക്കൊക്കെ ഇതിൻ്റെ എത്ര പോയിൻ്റ് ഉണ്ട് എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് ഇതിൻ്റെ പഥ്യവും റെസ്റ്റും ഒക്കെ പറയണത്. എന്നാലും ഒരാഴ്ചയുടെ അപ്പുറം ഒന്നും പോവുകയല്ലോ, ഒരാഴ്ചത്തേക്കൊക്കെ മതിയാവും പഥ്യം നോക്കുന്നതൊക്കെ. ഇതിന് പ്രത്യേകം ഫീസ് എന്തെങ്കിലും? പ്രത്യേകം ഫീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊന്നും പൈസയൊന്നും വാങ്ങിക്കില്ലായിരുന്നു. നമുക്കെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ അങ്ങാടി മരുന്ന് കടയിൽ നിന്ന് നമ്മൾ ഈ മരുന്നൊക്കെ വാങ്ങിക്കുന്ന കാരണം അതിനൊക്കെ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വില കൂടിയിട്ടുണ്ട്. എന്നാലും ഒരു 500 രൂപയിലൊക്കെ ഒതുങ്ങി നിൽക്കും ഇത്. ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 300, ആദ്യം 100ഒക്കെ ആയിരുന്നു. 100 പിന്നെ 200 അങ്ങനെ 300 അങ്ങനെ കൂടി വന്ന് ഈ മരുന്നിൻ്റെ നമ്മൾ വാങ്ങിക്കുന്ന മരുന്നിൻ്റെ വിലയുടെ അനുസരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെയാണ് ഇത്. 500 രൂപ ഇപ്പോൾ നിലവിൽ 500 രൂപയേ ഉള്ളൂ. അപ്പോൾ തന്നതിൽ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഓക്കെ, നമുക്ക് ഇനി അടുത്ത് കാണാം.